PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC മറ്റൊരു എലിജിബിലിറ്റി ലിസ്റ്റും കൂടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അസിസ്റ്റൻറ്റ് ഓഡിറ്റർ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പോസ്റ്റിലേക്കാണ്. കാറ്റഗറി നമ്പർ 576/2024. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രിബ്യൂണൽ, പിന്നെ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 വരെയുള്ള പോസ്റ്റിലേക്കാണ് PSC ഇപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റ് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് 24/5/2025 28/6/2025 കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ പ്രകാരം, അതായത് അതിൻ്റെ പ്രിലിംസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ രജിസ്റ്റർ നമ്പേഴ്സ് ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് സ്കോറിൻ്റെയോ റാങ്കിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലിസ്റ്റ് പ്രൊവിഷണലി സെലക്ട് ചെയ്തിട്ടുള്ള, അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മാത്രമാണ്. അത് ആ OMR 24/5-നും 28/6-നും നടന്നിട്ടുള്ള OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇനി ഈ ഉദ്യോഗാർത്ഥികൾ 46.7659 മാർക്കും അതിന് മുകളിലും നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് സ്റ്റാൻഡർഡൈസേഷനൊക്കെ ശേഷം ആ OMR ടെസ്റ്റിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ റിസർവേഷൻ കമ്മ്യൂണിറ്റീസിനൊക്കെ അവരുടെ എലിജിബിലിറ്റി ലിസ്റ്റിൽ വേണ്ടത്ര പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവരെ കട്ട് ഓഫ് മാർക്ക് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, അതൊക്കെ വൺ ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്ത് അവരത് ഹാജരാക്കണം. അങ്ങനെ ഈ ഇത് ഹാജരാക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെയും ഈ ലിസ്റ്റിലുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി അവരുടെയും കട്ട് ഓഫ് മാർക്ക് താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവരും അതിന് വാലിഡ് ഡോക്യുമെൻറ്റ്സ് അവരുടെ ക്ലെയിമിന് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത് ഹാജരാക്കേണ്ടി വരും. അതുമാത്രമല്ല, എല്ലാ ഉദ്യോഗാർത്ഥികളും അവരുടേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കാത്ത പക്ഷം അവരുടെ ഇത് ഒന്നും ആപ്ലിക്കേഷൻ ഒന്നും കൺസിഡർ ചെയ്യില്ല. ഇനി നിലവിലത്തെ പ്രൊസീജിയർ പ്രകാരം റീവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ അനുവദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കത് റീചെക്ക് ചെയ്യാൻ പറ്റും. 85 രൂപ ഈ പേയ്മെൻ്റായിട്ട് പോർട്ടൽ വഴി PSCയുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റീചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. വേറെ രീതിയിലുള്ള ആപ്ലിക്കേഷനൊന്നും നിങ്ങൾ ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട്, അതും 15 ദിവസത്തിനുള്ളിൽ വേണം അത് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോ കോപ്പി, അതായത് പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും ഫോട്ടോ കോപ്പി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളും അവരും ഈ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈല് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വഴി 335 രൂപ ആ പോർട്ടൽ വഴി പേയ്മെൻ്റായിട്ട് 15 ദിവസത്തിനുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ അവർക്കും അതിനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇത് പ്രകാരം ഡിഫക്റ്റ് ആയിട്ടുള്ള OMR ഷീറ്റ് ഇഷ്യൂ ചെയ്യില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. വേറെ രീതിയിൽ കൊടുക്കുന്ന ആപ്ലിക്കേഷന് അതും കൺസിഡർ ചെയ്യില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ PSCയുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഈ ലിസ്റ്റിലുണ്ടോയെന്ന് നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെരിഫിക്കേഷനൊക്കെ, മെയിൻ എക്സാമിനേഷനൊക്കെ നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.